നമസ്കാരം. അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്നൊരു പഴയ ചൊല്ലുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ശാസ്ത്ര പുരോഗതിയുടെ ഭാഗമായി കഷണ്ടിയുടെ കാര്യത്തിൽ മരുന്നായിട്ടല്ലെങ്കിലും ഒരുവിധം പരിഹാരമായിട്ടുണ്ട്. എന്നാൽ അസൂയ മാത്രമാണ് അപരിഹാര്യമായി തുടരുന്നത്. ഞാൻ ഈ ഒരു കത്ത് മുഖ്യമന്ത്രിക്ക്, സാംസ്കാരിക മന്ത്രിക്ക് വേണ്ടി വന്നാൽ നിയമ നടപടിക്കടക്കം ഉള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിക്ക് എഴുതിയ, പ്രധാന അഡ്രസ്സ് മുഖ്യമന്ത്രിക്ക് എഴുതിയ ഈ കത്ത് കണ്ടപ്പോഴാണ് ഈ ചൊല്ല് ഓർമ്മിച്ചത്. എന്താണ് കാര്യം എന്ന് പറയാം. സംസ്ഥാന സർക്കാർ പട്ടികജാതി, പട്ടികവർഗ, സ്ത്രീ വിഭാഗങ്ങൾക്കായി സിനിമയിൽ പ്രചോദനമാകാനും പരിമിതികളെ മറികടന്ന് സിനിമാ മേഖലയിലെ പ്രതിഭകൾ തിരിച്ചറിഞ്ഞ് അവരെ കൈപിടിച്ചുയർത്തി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി തുടങ്ങി. ദീർഘമായ ആലോചനകൾക്ക് ശേഷം, കടുത്ത പരിശോധനകളുടെ നിരീക്ഷണത്തിൻ്റെ ഒക്കെ തുടർച്ചയായി തിരക്കഥകൾ തിരഞ്ഞെടുത്ത് സിനിമ ചെയ്യാൻ നടപടിക്രമങ്ങൾ പ്രഖ്യാപിച്ച് നടപ്പിലാക്കി. അത്തരം പ്രതിഭകളെ കണ്ടെത്താൻ വലിയ പ്രോസസ്സ് തന്നെ ഉണ്ട് എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്കറിയാം. അതിലൂടെ പ്രതിഭകളെ കണ്ടെത്തി മലയാളത്തിൽ മികച്ച കുറേ സിനിമകളും ഈ കാലത്തിനിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും മികച്ച പദ്ധതികളിൽ ഒന്നുകൂടിയാണ് അത്. കാരണം ഇങ്ങോട്ട് ഈ സിനിമാ മേഖലയിലേക്ക്, പളവളപ്പിൻ്റെ ലോകത്തേക്ക് കടന്നു വരാൻ ഒരു സാധ്യതയുമില്ലാത്ത വിഭാഗങ്ങളിൽ, അങ്ങനെ അരികുവൽക്കരിക്കപ്പെട്ട ആളുകളിൽ നിന്നും അവരുടെ ഉള്ളിൽ പ്രതിഭയിരിക്കെ അത് കണ്ടെത്തി കൊണ്ടുവരാൻ വേണ്ടി പണം നൽകി, നിർമ്മാണത്തിനുള്ള ചെലവടക്കം നൽകി കൊണ്ടുവരാനുള്ള പദ്ധതിയാണ്. സിനിമ സ്വപ്നം പോലും കാണാൻ കഴിയാത്തവർക്ക് ഉള്ളൊരു വാതിൽ തുറക്കപ്പെട്ടതാണ്. ആദ്യം ഈ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് മുഖ്യധാരയിൽ വരെ സിനിമകൾ എടുത്ത് വന്ന ആളുകളുണ്ട്. ആദ്യം ഒരു സിനിമ എടുത്ത് മുഖ്യധാരയിൽ വരെ എടുത്ത ആളുകളുണ്ട്. അപ്പോഴാണ് കുറേ പേർക്ക് അസൂയയും കുശുമ്പും ഒക്കെ വന്നത്. അസൂയയുടെ പിന്നണിയിൽ സ്ത്രീവിരുദ്ധതയും ജാതീയതയുമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അവരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും. കാരണം ഈ അഭിപ്രായം പറയുന്ന ആളുകളിൽ പലരും നേരത്തെ KSFDC-യുടേതടക്കം, ദേശീയ ചലച്ചിത്ര അക്കാദമിയുടേതടക്കം, സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റേതടക്കം ഇങ്ങനെ സിനിമയ്ക്ക് നൽകുന്ന പണം ഉപയോഗിച്ച് സിനിമ എടുത്ത ആളുകൾ പോലുമുണ്ട്. അവരുടെയൊക്കെ ഈ പുതിയ ആളുകളുടെ നിബന്ധന കേൾക്കുമ്പോൾ ഈ ആളുകൾ പണ്ട് ആ നിബന്ധനകളൊക്കെ പാലിച്ചിട്ടാണോ സർക്കാരിൻ്റെ പൈസ വാങ്ങി സിനിമ എടുത്തത് എന്നുള്ള ചോദ്യം പട്ടികപ്പെടുത്തി ചോദിക്കാൻ പറ്റും അവരുടെ പലരുടെയും സിനിമകളുടെ. എന്തായാലും അടൂർ ഗോപാലകൃഷ്ണൻ സിനിമാ കോൺക്ലേവിൽ ഉള്ളിലിരിപ്പ് പുറത്തു പറഞ്ഞതോടെയാണ് വിവാദം തലപൊക്കിയത്. ഒടുക്കം അടൂർ മിണ്ടാതായി. അടൂരിന് കാര്യം മനസ്സിലായി, പറയുന്നതിലെ മിസ്റ്റേക്ക് മനസ്സിലായോ എന്തോ, മൂപ്പര് തൽക്കാലം സൈലൻ്റ് ആയിട്ടുണ്ട്. പക്ഷെ അടൂർ ഭക്തർ, വിധേയർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവരാണ് മുഖ്യമന്ത്രിക്ക് ഈ പരാതി എഴുതി ഒപ്പിട്ട് കൊടുത്തത്. ഇവർക്കൊന്നും ഈ പൈസ സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം സിനിമ എടുത്ത ആളുകൾക്കൊന്നും സിനിമ എടുക്കാൻ അറിയില്ല, പരിശീലനമില്ല, കൊള്ളാവുന്ന അവാർഡ് പോലും അവർക്ക് കിട്ടുന്നില്ല. ഈ പരിപാടി ഇങ്ങനെ പോയാൽ പറ്റില്ല, പൈസ വെറുതെ കളയുന്ന പരിപാടിയാണ്, ഞങ്ങളെപ്പോലുള്ള വലിയ ബുദ്ധിജീവികളെയൊക്കെ ഉൾപ്പെടുത്തി പരിശോധിച്ചതിന് ശേഷമേ പണം കൊടുക്കാവൂ എന്ന മട്ടിലൊരു കത്താണ്. സംഗതി പൊളിക്കാനാണ് എന്ന് വ്യക്തമാണ്. കത്ത് ഈ പറഞ്ഞ പോലെ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. കത്തിലെ പോയിന്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഉള്ളിൽ എന്ത് വികാരമാണ് വരിക എന്ന് ഞാൻ പ്രത്യേകം പറയുന്നില്ല. ഈ കത്തിലെ എന്നെ ഹഠാത് ആകർഷിച്ച ഒരു ഭാഗമുണ്ട്. ആ ഭാഗം മാത്രം ഞാൻ വായിക്കാം. ഈ പദ്ധതി വഴി സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന ഫിലിം മേക്കേഴ്സിന് മലയാള സിനിമാ രംഗത്തെ പുത്തൻ പ്രതീക്ഷകളാകുവാൻ തക്കവണ്ണം അവരെ പ്രാപ്തരാക്കുന്നുവോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതായത് ഇവർക്ക് സംശയമുണ്ട്. ഇതുവരെ ഈ പദ്ധതി വഴി നിർമ്മിക്കപ്പെട്ട 8 ചിത്രങ്ങളിൽ ഒരു ചിത്രത്തിന് മാത്രമാണ് ചില അന്താരാഷ്ട്ര ഫെസ്റ്റിവലുകളിൽ പുരസ്കാരം ലഭിച്ചത്. കള്ളം പറയാം, ഈ കത്ത് ശരിയാണ് തങ്ങളുടെ കാഴ്ചപ്പാട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. ആ ചിത്രത്തിൻ്റെ സംവിധായിക മാത്രമാണ് സിനിമ എന്ന മാധ്യമത്തിൽ പരിശീലനം നേടിയത്. അത് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നത്. കാരണം ഇങ്ങനെ ഒന്നിനും കൊള്ളാത്ത ആളുകൾക്ക് പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ആവുമ്പോൾ അത് ഇവർക്ക്, നമ്മളെപ്പോലുള്ള ആളുകൾക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ള നിരാശ തീർക്കാൻ വേണ്ടിയിട്ടാണ്. സർക്കാർ നൽകുന്ന നിർമ്മാണ സഹായ തുകയെ സംബന്ധിച്ച് പുനഃപരിശോധന ആവശ്യമാണ്. ഇപ്പോൾ ഓരോ വകുപ്പിലും വനിത, പിന്നോക്കം ഇങ്ങനെ 2 വിഭാഗത്തിനാണ് 1.5 കോടി വീതം സഹായധനമായി നൽകുന്നത്. മുൻ പരിചയമില്ലാത്ത ഒരാൾക്ക് തൻ്റെ കന്നി ചിത്രം നിർമ്മിക്കുന്നതിന് ഇത് അധികമാണെന്നാണ് ഇവർ പറയുന്നത്. താരപരിഭാഷണം ഇല്ലാത്തൊരു സിനിമയ്ക്ക് 1.5 കോടി വേണോ എന്ന് പരിശോധിക്കപ്പെടണം എന്നാണ് ഇവർ പറയുന്നത്. കുറവുകൾ, അതായത് 25 ലക്ഷം ഉറുപ്പ്യൊക്കെ മതി എന്നാണ് ഇവർ ഈ കത്തിൽ വിശദമായി പറയുന്നുണ്ട് കേട്ടോ. 25 ലക്ഷം ഉറുപ്പ്യ, ഇവർക്ക് ഒരു 25 ലക്ഷം ഉറുപ്പ്യ കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ? പോട്ടെ, 3 കോടി കൊടുത്തിട്ട് ഇതിലൊരാൾക്ക് ഇപ്പോൾ ഇറങ്ങിയ 8 സിനിമകളിൽ 1.7 അയലത്ത് നിൽക്കുന്ന സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ? ഒരുപക്ഷെ അടൂർ ഗോപാലകൃഷ്ണൻ നേരത്തെ എടുത്ത സിനിമ ചൂണ്ടിക്കാണിച്ച് പറ്റുമായിരിക്കും. ഇനി എടുക്കാൻ പറഞ്ഞാൽ ദിലീപിനെയും കാവ്യ മാധവനെയും വെച്ചിട്ട് സുകുമാരക്കുറുപ്പിനെ ന്യായീകരിക്കുന്ന പിന്നെയും പോലത്തെ സിനിമയല്ലാണ്ട് പുതിയ കാലത്തൊരു സിനിമ എടുക്കാൻ പറ്റില്ല. കാരണം അവർ ഔട്ട്ഡേറ്റഡ് ആയ കാലമാണ്, തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ അവർക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒറ്റൊരു കാര്യമാണ്, ഇമാതിരി ചങ്ങായിമാർക്ക് പൈസ കൊടുക്കരുത്, പട്ടികജാതിക്കാർക്കും പട്ടികവർഗ്ഗക്കാർക്കും സ്ത്രീകൾക്കും ഇങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ടാക്കുന്ന സിനിമ 25 ലക്ഷത്തിലുള്ള സിനിമയൊക്കെ മതി എന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ അവസാനം ഒരു കൺക്ലൂഷൻ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഇത് പരിഹരിക്കുന്നതിന്, ഇത് ഭയങ്കര പ്രശ്നമാണ്, ഇത് പരിഹരിക്കുന്നതിന് കമ്മിറ്റിയെ നിയോഗിച്ച് ആ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി ഈ നല്ല സ്കീമിനെ കുറ്റമറ്റതാക്കണം. അതായത് ഇപ്പോൾ കംപ്ലീറ്റ് കുറ്റമറ്റതാണെന്നാണ് പറയുന്നത്. ഇനി ഈ പരാതി എഴുതി മുഖ്യമന്ത്രിക്ക് അയക്കാൻ ഒപ്പിട്ട
മഹാന്മാരെ കുറിച്ച് നോക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോവുക. ഇപ്പം നിങ്ങൾ ഈ മഹാന്മാരുടെ പേര് പറയുമ്പോൾ ഇവരെ കുറിച്ചാണോ നിങ്ങൾ ഈ വീഡിയോയിൽ ഇത്രയും പറഞ്ഞത് എന്ന് വിചാരിക്കും. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, അമ്മാതിരി കത്താണിത്. എന്താണ് അതിലുള്ളിൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ. മഹാന്മാർ എന്ന് ഞാൻ പറഞ്ഞത് കേൾക്കുമ്പം നിങ്ങൾക്ക് പരിഹസിക്കലായി തോന്നിയെങ്കിൽ ക്ഷമിക്കണം. ശരിക്കും മഹാന്മാരുണ്ട് അതിൽ. പേര് കേൾക്കുമ്പോൾ മനസ്സിലാവും ശരിക്കും മഹാന്മാരാണ്. അതിൽ ചിലരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒന്ന്, പോൾ സക്കറിയ. ഏത്? നമ്മുടെ സക്കറിയ. ഭാസ്കര പട്ടേലർ എൻ്റെ ജീവിതം എന്ന നോവൽ എഴുതിയ, പിന്നെയും ഒരുപാട് കഥകൾ എഴുതിയ, ഞാനൊക്കെ ഉള്ളിൽ കൊണ്ടു കിടക്കുന്ന നിരവധി കഥകൾ, കണ്ണാടി കാണുമ്പോഴോ ഒക്കെ ഇപ്പോഴും ഉള്ളിൽ കൊണ്ടു കിടക്കുന്നതാണ് മഹാനായ മലയാളത്തിലെ എഴുത്തുകാരൻ. MN കാരശ്ശേരി മാഷൊക്കെ അവർ തന്നെ പറയും പ്രകാരം ഇത്ര ആധികാരികമായി സിനിമയെക്കുറിച്ച് പറയാൻ എന്ത് പരിശീലനമാണ് നേടിയിട്ടുള്ളത് അല്ലെ? ഇവരെന്നെ പറയാണല്ലോ ഈ ആളുകൾക്കൊക്കെ എന്ത് സിനിമയെ കുറിച്ച് അറിയാം, അവരെടുക്കുന്നതിന് മുന്നേ അവർക്ക് ഭയങ്കര പരിശീലനം കൊടുക്കണം. അപ്പോൾ അവരെക്കുറിച്ച് 8 സിനിമയെങ്കിലും അവരെടുത്തല്ലോ. ആ എടുത്ത ആളെ കുറിച്ച് ആധികാരികമായി അഭിപ്രായം പറയുന്നത് ആളാരാണ്? ഇതുപോലെ വല്ല പരിശീലനം കിട്ടിയിട്ടാണോ കാരശ്ശേരി മാഷ് ഇങ്ങനെ ഈ കാരശ്ശേരി മാഷെ പോലുള്ള ഇത്രയും ആളുകൾ വലിയൊരു ഒപ്പിട്ടത്? എത്ര പുരസ്കാരമാണ് ഇവരൊക്കെ നേടിയിട്ടുള്ളത്? ബോക്സ് ഓഫീസ് വിജയമാണ് എത്ര എണ്ണം നേടിയിട്ടുള്ളത്? 25 ലക്ഷം റുപ്യ എടുത്ത് ഒഴിവാക്കി എത്ര സിനിമ എടുത്തിട്ടുണ്ട്? പിന്നെ തുരുതിരാ പേരുകൾ വേറെ ഉണ്ട്. ഓരോ പേരും പറഞ്ഞാൽ നിങ്ങൾ ഞെട്ട് കേട്ടാ. വി രാജകൃഷ്ണൻ, CV ബാലകൃഷ്ണൻ, ജോഷി ജോസഫ്, VR ഗോപിനാഥ്, മീര സാഹിബ്, OK ജോണി, VK ചെറിയാൻ, ഡോൺ പാലത്തറ, വേണു നായർ, മധു ഇറവങ്കര, ചെറിയാൻ ജോസഫ്, KN ഷാജി, ഇങ്ങനെ കുറേ പേരുണ്ട്. പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും പെണ്ണുങ്ങൾക്കൊക്കെ സിനിമ എടുക്കാൻ പൈസ കൊടുക്കുന്ന പദ്ധതി കൊണ്ട് വന്നിരിക്കുക. ഞങ്ങളോടൊന്നും ചോദിക്കാതെ എന്നാണ് ഇവർ ചോദിക്കേണ്ടത്. ഇനി ഇവരൊക്കെ ആരാന്ന് നമ്മൾ ചോദിക്കട്ടെ. അവസാനം അവർ തന്നെ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയോ? മലയാള സിനിമയെ ഗൗരവതരമായി കാണുന്നവരുടെ ഒരു കൂട്ടം. അവർ തന്നെ പറയാണ് ഞങ്ങൾ മലയാള സിനിമയെ ഗൗരവതരമായി കാണുന്നവരുടെ കൂട്ടാണ്. എന്ത് പരിശീലനം കിട്ടിയിട്ടാണ് ഇവരൊക്കെ മലയാള സിനിമയെ ഗൗരവതരമായി കാണുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത്? അങ്ങനെ ഗൗരവതരമായി കണ്ടതിൻ്റെ തെളിവ് എന്താണ് എന്നൊക്കെ നമുക്ക് ചോദിച്ചൂടെ? നമ്മൾ പക്ഷെ അങ്ങനെ ചോദിക്കില്ല. നമ്മൾ അവരെ പോലെയല്ല എന്ന് നമ്മൾ പ്രത്യേകം പറയണം. അവർ അങ്ങനെ കുറേ ഗൗരവമായി സിനിമയെ കാണുന്ന കൂട്ടർ. ഈ കൂട്ടർ കത്തെഴുതി സുഹൃത്തുക്കളെ മുഖ്യമന്ത്രിക്ക്. എന്താണ് ഈ സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ പാതകം? കുറേ പട്ടികജാതി പട്ടികവർഗക്കാർക്കും സ്ത്രീകൾക്കും സിനിമ എടുക്കാൻ പൈസ കൊടുക്കുന്നു. അത് വലിയ പാതകമാണ് എന്ന്. എന്തായാലും അത്യാവശ്യം സാമാന്യ ബോധവും മനസാക്ഷിയും ഒക്കെ ഉള്ളവരും നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അങ്ങനെ കുറച്ചു പേർ, നമ്മുടെ വരേണ്യ ബുദ്ധിജീവി കൂട്ടത്തിൻ്റെ ഒന്നും ചെലവിലല്ലാതെ ജീവിക്കുന്ന കുറച്ചു പേർ ഇതൊക്കെ കണ്ട് രോഷാകുലരായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇവരുടെ ഇമാതിരി ആക്രമണങ്ങളൊക്കെ നിരന്തരം ഏൽക്കുന്ന ഒരാൾ പ്രതികരിച്ചു. സുധി ശരണ്യം ഈ കൂട്ടത്തിൽ ഈ സ്കീമിൽ സിനിമ എടുത്ത് തെളിയിച്ചു കൊടുത്ത ഒരു സംവിധായകയാണ്. B32 മുതൽ 44 വരെ എന്തായിരുന്നു അവരുടെ സിനിമ. അതൊന്നും ലോക പോലെ വിജയിച്ചില്ലല്ലോ, അല്ലെങ്കിൽ പുലിമുരുകം പോലെ വിജയിച്ചില്ലല്ലോ എന്നാണ് അടൂർ ഭക്തർ ചോദിക്കുന്ന ഒരു ചോദ്യം. എന്തായാലും സുധി ശരണ്യം എഴുതിയ പ്രതികരണം നമ്മൾ ഗൗരവത്തോടെ കാണണം. അതിങ്ങനെയാണ് അവർ പറയുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞങ്ങളെയും ഞങ്ങളുടെ ചിത്രങ്ങളെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഈ പരാതിയിൽ പറയുന്ന ചില കാര്യങ്ങൾ ഇത് എഴുതിയവരുടെയും സാംസ്കാരിക വകുപ്പിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് തോന്നി. ഇനി മേലിൽ ഞങ്ങൾക്കെതിരെ നിരുത്തരവാദപരമായി ആരെങ്കിലും ഇപ്രകാരത്തിൽ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിച്ചാൽ അവർക്കെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്ന് ഞാനും അന്വേഷിച്ചെന്നിരിക്കും. അതുകൊണ്ട് മേലിൽ ഇത്തരം പരാതികളും പോസ്റ്റുകളും കൊണ്ട് ഇറങ്ങും മുമ്പ് അടിസ്ഥാന ഗവേഷണമെങ്കിലും നടത്തുക. ഒന്ന്, സർക്കാർ പദ്ധതി പ്രകാരം സിനിമ നിർമ്മിച്ച് ഞാൻ ഒരു ട്രെയിൻഡ് ആൻഡ് പ്രാക്ടീസ്ഡ് ഫിലിം മേക്കറാണ്. അല്ലാതെ നിങ്ങൾ ആരോപിക്കുന്ന പോലെ പണി അറിയാതെ വലിഞ്ഞു കയറി വന്നതല്ല. ബിരുദാനന്തര ബിരുദത്തിൽ സിനിമ ഐച്ഛികമായി പഠിച്ച് ഏകദേശം 18-ൽ കൂടുതൽ വർഷം സിനിമയിൽ പ്രവർത്തിച്ച പരിചയത്തിലാണ് ഞാൻ ആ പദ്ധതിക്ക് അപേക്ഷിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഭാവുകത്വങ്ങൾക്കനുസരിച്ച് സിനിമ എടുക്കാത്തവർക്കൊന്നും സിനിമ അറിയില്ല എന്ന് പറയാൻ ഈ ഒപ്പിട്ടവരിൽ ഫിലിം മേക്കേഴ്സ് എത്ര പേരുണ്ട്? 2, ഞാൻ ഉൾപ്പെടെ പലരുടെയും സിനിമകൾ ഇന്റർനാഷണൽ ഫെസ്റ്റിവലുകളിൽ തിരഞ്ഞെടുക്കപ്പെടാത്തതിന് കാരണം എൻ്റെ സിനിമകൾ ആകെ 10-ൽ താഴെ ഫെസ്റ്റിവലുകൾക്കാണ് അയച്ചിട്ടുള്ളത്. അതും സിനിമയുടെ കോപ്പി കൈപ്പറ്റി സ്വന്തം നിലയ്ക്ക് ഫെസ്റ്റിവലുകൾക്ക് അയക്കാനോ ഒരു ക്യൂറേറ്റർ സിനിമ കാണിക്കാനോ ഉള്ള അവകാശം പോലും ഞങ്ങളിൽ മിക്കവാറും ഫിലിം മേക്കേഴ്സിന് ഇല്ലായിരുന്നു. എൻ്റെ അറിവിൽ ആ ഭാഗ്യം ലഭിച്ചവർ 2 ഫിലിം മേക്കേഴ്സ് മാത്രമായിരുന്നു. അതുകൊണ്ട് ചില അന്താരാഷ്ട്ര ഫെസ്റ്റിവലുകളിലെങ്കിലും അവർക്ക് പങ്കെടുക്കാനായി. എൻ്റെ സിനിമയുടെ കോപ്പി ഇപ്പോഴും എൻ്റെ കൈവശമില്ല എന്നതാണ് വാസ്തവം. മാത്രമല്ല സിനിമയുടെ വിമിഒ ലിങ്ക് KSFDCയോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും ചില ഫെസ്റ്റിവലുകൾക്ക് അയച്ചു കൊടുക്കാതിരുന്ന സന്ദർഭവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു അവസരത്തിൽ ഒരു ഫെസ്റ്റിവലിൽ സിനിമ പ്രദർശിപ്പിക്കുവാനുള്ള അവസരം നഷ്ടപ്പെടരുത് എന്ന് കരുതി ഞാൻ സ്വന്തം നിലയ്ക്ക് വിമിഒ ലിങ്ക് ആ ഫെസ്റ്റിവൽ ടീമിന് അയച്ചു കൊടുത്തതിൻ്റെ പേരിൽ KSFDC കോപ്പിറൈറ്റ് നിയമപ്രകാരം എനിക്കെതിരെ കേസ് എടുക്കുമെന്ന് പറഞ്ഞ് എന്നെ നിശബ്ദയാക്കിയിട്ടുമുണ്ട്. ഈ കോപ്പിറൈറ്റിൽ സിനിമയുടെ റൈറ്ററായ എനിക്കും നിയമപ്രകാരം അവകാശമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത് തന്നെ ഈ അടുത്ത കാലത്താണ്. എൻ്റെ നിശബ്ദതയെ പലരും വ്യാഖ്യാനിച്ചത് ഞാൻ KSFDCയിൽ നിന്നും ഔദാര്യങ്ങൾ കൈപ്പറ്റിയിട്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്നായിരുന്നു. ഒരുപാട് കാലമാണ് മിണ്ടാതെ എല്ലാ അപമാനവും
അപമാനവും വേദനയും കടിച്ചു പിടിച്ച് ഒതുങ്ങിക്കൂടിയത്. 3, നാട്ടിൽ സർക്കാർ പദ്ധതികൾ എത്രയോ വരുന്നു, പോകുന്നു, പരാജയപ്പെടുന്നു. വേറെ ഒന്നിനെ കുറിച്ചും പെടാത്ത നാട്ടുകാർ കുരു മുഴുവൻ ഈ പരാതിയെക്കുറിച്ച് മാത്രം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇനി പഞ്ചപുച്ഛമടക്കി മിണ്ടാതെ കേട്ടു നിൽക്കില്ലെന്ന് ഇതിനാൽ അറിയിക്കുന്നു. മേലിൽ ഞങ്ങൾക്കെതിരെ ഇത്തരം നിരുത്തരവാദപരമായ എന്തെങ്കിലും ഒരു പരാതിയോ എഴുത്തുകുത്തോ ആരെങ്കിലും ഇറക്കിയാൽ ഞാൻ അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നതാണ്. ഞങ്ങൾ വെറുതെ വിടുക എന്നാണ് ശ്രുതി ശരണ്യം പറഞ്ഞത്. പ്രസക്തമായ നിരീക്ഷണമാണ് ഇത്. ആ കൂട്ടത്തിൽ സിനിമ എടുത്ത് വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്ത ഒരാളുടെ അഭിപ്രായമാണ്. ഇനി പുറത്തു നിൽക്കുന്ന ഇതുപോലെ തന്നെ ഉള്ള ആള്, ഇവരെ അംഗീകരിക്കുമെന്നറിയില്ല, ഡോക്ടർ ബിജു. അന്താരാഷ്ട്ര ഫെസ്റ്റിവലിൽ ഈ കൂട്ടത്തിൽ ആരെക്കാളും എത്രയോ പടി ഉയരത്തിൽ നിൽക്കുന്ന, അന്താരാഷ്ട്ര ഫെസ്റ്റിവലിൽ മലയാളത്തിന്റെ അഭിമാനം ഉയർത്ത നിരവധി സിനിമകൾ എടുത്ത ഡോക്ടർ ബിജുവിന്റെ അഭിപ്രായം ഞാൻ വായിക്കാം. ഇതുവരെ ഈ സ്കീമിൽ നിർമ്മിക്കപ്പെട്ട 8 ചിത്രങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് അന്താരാഷ്ട്ര മേളകളിൽ പുരസ്കാരം ലഭിച്ചത് എന്നും ആ ചിത്രത്തിന്റെ സംവിധായിക മാത്രമാണ് സിനിമ എന്ന മാധ്യമത്തിൽ പരിശീലനം നേടിയത് എന്നും ഈ നിവേദനത്തിൽ പറയുന്നുണ്ട്. ഇത് വസ്തുതാപരമായി തന്നെ തെറ്റാണ്. ഏതാണ്ട് 3 സിനിമകൾ വിവിധ ചലച്ചിത്രമേളകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ചലച്ചിത്രമേളകളിലേക്ക് സിനിമകൾ അയക്കേണ്ടത് നിർമ്മാതാക്കളായ KSFDC ആണ്. അത് ചെയ്തിട്ടില്ല എന്നതുകൊണ്ടാണ് പല സിനിമകൾക്കും കൂടുതൽ മേളകളിലേക്ക് പ്രവേശനം ലഭിക്കാതിരുന്നത് എന്ന വസ്തുതയും കൂടി വായിക്കണം. ഈ സ്കീമിൽ സിനിമ ചെയ്ത മുഴുവൻ വനിതാ, പട്ടികജാതി, പട്ടികവർഗ സംവിധായകരെയും ഈ പ്രസ്താവനയിലൂടെ, ഈ നിവേദനത്തിൽ ഒപ്പിട്ട ആളുകൾ അപമാനിക്കുകയാണ്. ചലച്ചിത്രമേളകളിൽ തിരഞ്ഞെടുക്കപ്പെട്ടില്ല എന്നതുകൊണ്ട് മറ്റ് 7 സിനിമകളും മോശമാണെന്ന് വിലയിരുത്താൻ നിങ്ങൾ ആരാണ്? എന്താണ് നിങ്ങളുടെ ക്രെഡിബിലിറ്റി? ഇതിൽ ഒപ്പിട്ടവരിൽ കുറച്ച് സംവിധായകരുണ്ടല്ലോ, അവരുടെയൊക്കെ എല്ലാ സിനിമകളും ഏതൊക്കെ ചലച്ചിത്രമേളകളിൽ എന്ന് പങ്കെടുത്തിട്ടുണ്ട്? മറ്റൊരാളുടെ സൃഷ്ടിയുടെ വിധികർത്താക്കളാകാൻ നിങ്ങൾക്കുള്ള യോഗ്യത ആദ്യം ദയവായി സ്വയം ഒന്ന് വിലയിരുത്തണം. ഈ നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ശുദ്ധ അറിവില്ലായ്മയാണ്. ഈ സ്കീമിലെ ധനപരമായ എല്ലാ ഇടപാടുകളും നടത്തുന്ന KSFDC ആണ്. KSFDC ആണ് സിനിമകളുടെ നിർമ്മാതാവ്. അവിടുത്തെ ഉദ്യോഗസ്ഥരാണ് പണം ചെലവഴിക്കുന്നത്. അല്ലാതെ ഈ പണം സംവിധായകർക്ക് നൽകിയ അവർ ചെലവഴിക്കുകയല്ല. അതുകൊണ്ട് ഈ സ്കീമിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതും KSFDC ആണ്. അവരുടെ ഇംപ്ലിമെന്റേഷൻ സിസ്റ്റമാണ്. അല്ലാതെ സിനിമകൾ സംവിധാനം ചെയ്യാനായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതകളും പട്ടികജാതി, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പരിശീലനം നൽകാത്തത് കൊണ്ടാണ് എന്ന് അലറി വിളിച്ചുകൊണ്ട് അവരുടെ നെഞ്ചത്തോട്ട് കയറാൻ വരണ്ട. ഈ നിവേദനത്തിൽ ഒപ്പിട്ട ആളുകളിൽ ഭൂരിഭാഗവും അടൂർ ഭക്തരും വിധേയരും, സർവോപരി അടൂരിന്റെ ഔദാര്യത്തിൽ വിവിധ സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ലഭിച്ചു പോരുന്നവരും ആണ് എന്നത് എല്ലാവർക്കും അറിയാം. നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. വൈറ്റ് വാഷിങ്ങും പുട്ടിയുമായി അവർ ഇറങ്ങുക എന്നത് അവരുടെ സ്വാഭാവിക ദൗത്യവും അവകാശവുമാണ്. അതൊക്കെ അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്, വയറ്റപ്പഴപ്പാണ്. പക്ഷേ ശ്രീ MN കാരശ്ശേരിയും പോൾ സക്കറയും ഇതിലെങ്ങനെ പെട്ടു എന്നാണ് മനസ്സിലാകാത്തത്. എനിക്കും അതാണ് മനസ്സിലാകാത്തത്. സിനിമയുടെ സാങ്കേതിക സൗന്ദര്യാംശങ്ങളിൽ പരിശീലനം നേടിയാൽ മാത്രമേ വനിതകൾക്കും പട്ടികജാതി, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും മികച്ച സിനിമകൾ സംവിധാനം ചെയ്യാൻ സാധിക്കൂ എന്ന് എൻഡോഴ്സ് ചെയ്യുന്ന ഒരു കൂട്ടം സാമൂഹികമായ പിന്തിരിപ്പൻ സംവിധേയന്മാരുടെ ഒപ്പം നിങ്ങളുടെ കൂടെ പേര് കണ്ടതിൽ അത്ഭുതം തോന്നും. നിങ്ങൾ ഈ വിഷയത്തിൽ തിരുത്തൽ നടത്തും എന്ന് തന്നെ വിശ്വസിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഏറെ പ്രോഗ്രസീവായ ആ മൂവ്മെന്റിൽ ഇതിനോടകം സാമാന്യം മികച്ച രീതിയിൽ തന്നെ സിനിമകൾ ചെയ്ത എല്ലാ സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഒപ്പം ചേർന്ന് നിൽക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ചോരയും നീരും സ്വപ്നവും ചേർത്ത് വെച്ച് നെയ്ത നിങ്ങളുടെ സിനിമകൾക്കും അഭിവാദ്യങ്ങൾ എന്നാണ് ഡോക്ടർ ബിജു എഴുതിയത്. കാരശ്ശേരിമാരും സക്കറിയമാരും ഇമാതിരി ചിന്തയും പേറി നടക്കുന്നവരും ഒരു കാര്യം ആലോചിക്കണം. നിങ്ങളെക്കുറിച്ചും മനുഷ്യരുടെ മനസ്സിൽ ഉയർന്ന കസേരയിട്ട് ഇരുത്തി ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഒറ്റ ഒരു കത്തിലൂടെ പൊളിച്ചു കളയരുത്. പട്ടികജാതി, പട്ടികവർഗ വിഭാഗക്കാർക്കും സ്ത്രീകൾക്കും നൽകിയ പണം മാത്രം പരിശോധിക്കണം എന്നുള്ള നിങ്ങളുടെ ആഹ്വാനം നിങ്ങളുടെ ഉള്ളിലിരിപ്പ് വ്യക്തമാക്കുന്നതാണ്. ഇനി ആരെങ്കിലും അറിയാതെ ഈ പേരിൽ മറ്റാരെങ്കിലും തിരികെ കയറ്റിയ പേരുകളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ പൊതുമധ്യത്തിൽ വന്ന് നിങ്ങൾ അതിൽ മാപ്പ് ചോദിക്കണം. ഈ സമൂഹത്തോട് മാപ്പ് ചോദിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനം ഇത്രയും നേരം പറഞ്ഞ പോലൊക്കെ തന്നെ ഉണ്ടാവും. സർക്കാർ പണം ചെലവാക്കി സിനിമയെടുത്ത് വിഖ്യാതരായ എത്ര സംവിധായകർ മുന്നോട്ട് പോയിട്ടുണ്ട് കേരളത്തിൽ? അവരിൽ ആരെങ്കിലും നിങ്ങൾ ഇതുമാതിരി കൂട്ടം ചേർന്ന് സംഘടിതമായ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ടോ? ചോദ്യം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ KSFDCയുടെ എത്ര പണം സിനിമ എടുക്കാൻ ഈ സംഘത്തിലെ തന്നെ പലരും ഉപയോഗിച്ചിട്ടുണ്ട്? എത്ര അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്? എന്നിട്ട് എന്ത് സിനിമയാണ് പടച്ചുവിട്ടത്? എന്നിട്ട് അതിനുശേഷം മഹാന്മാരായി തിരിച്ചറിയപ്പെട്ടു തുടങ്ങിയപ്പോൾ ഇനി വരുന്ന പാവപ്പെട്ട പട്ടികജാതി, പട്ടികവർഗക്കാർക്കും സ്ത്രീകൾക്കും ഒരു സ്കീം പ്രഖ്യാപിച്ചപ്പോൾ ഇനി വരുന്ന ആളുകൾ അങ്ങനെ വരണ്ട, എന്നിട്ട് അത് ചോദ്യം ചെയ്യാൻ വേണ്ടി പേനയും പേപ്പറും നാവും എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് കുറെ ആണുങ്ങൾ. പഴയ ഫ്യൂഡൽ തമ്പ്രാക്കന്മാരുടെ ചിന്തയുമായി പുരുഷ കേസരികൾ ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യം സ്വയം ചോദിക്കണം, സാർ എഴുതി തുടങ്ങിയപ്പോൾ, സംവിധായകർ സംവിധാനം ചെയ്തു തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ വലിയ വലിയ ആളുകളായി മുന്നോട്ട് വന്നപ്പോൾ പൊട്ടിപ്പിളർന്ന് സ്വയം മഹാന്മാരായി തീർന്നതല്ലല്ലോ. അങ്ങനെ ആഗ്രഹങ്ങൾ രൂപപ്പെട്ടു തുടങ്ങിയപ്പോൾ ഇതുപോലെ എത്ര അവസരങ്ങളാണ് നിങ്ങളെയും കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ടാവുക എന്ന്. അല്ലാതെ സ്വയം അങ്ങ് മുകളിൽ കസേരയിട്ടിരിക്കുന്നതല്ലോ ആരും.
അപ്പോൾ ആദ്യം മുതലേ നിങ്ങളൊക്കെ ഇത്രയും മഹാന്മാരായിരുന്നോ എന്ന് ആലോചിക്കണം. എന്നിട്ട് നിങ്ങൾ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അങ്ങനെ വല്ല സാമാന്യ ബോധവും അവശേഷിക്കുന്നുണ്ടെങ്കിൽ മാപ്പ് പറയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിടാം. നന്ദി, നമസ്കാരം.